നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് നിയമസഭയിൽ വി.ഡി. സതീശന്റെ പ്രസംഗം അത് ഒരു തകർപ്പൻ പ്രസംഗം തന്നെയായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള കടങ്ങളെക്കുറിച്ചും 6000 കോടി ബാക്കി വെച്ചാണ് ഞങ്ങൾ ഇറങ്ങുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ 6000ൻ്റെ കണക്കടക്കം കൃത്യമായി അദ്ദേഹം പറഞ്ഞ് കയ്യടി നേടിയിരിക്കുകയാണ്. അതായത് പറഞ്ഞു വരുമ്പോൾ കേരളം വലിയൊരു കടക്കണിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ പല കാര്യങ്ങളും സർക്കാർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തായിരിക്കും ഇനി അടുത്ത നടപടി എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും ഒരു ആശങ്കയുണ്ട്. കാരണം പല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പല തരത്തിലുള്ള ഗ്യാരണ്ടികളടക്കം ഈ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിലിപ്പോൾ യുവജനങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു വാഹനങ്ങളിലെ മോഡിഫിക്കേഷൻ. ഇപ്പോൾ ഇതാ തെരഞ്ഞെടുപ്പ് കാലത്ത് പിള്ളേരിനി മോഡിഫൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞുള്ള വി.ഡി. സതീശൻ്റെ റീല് വലിയ തോതിലാണ് വൈറലായത്. ആ വൈറൽ റീല് എത്തിയത് ജൻസികളുടെ ഹൃദയത്തിലേക്കായിരുന്നു. ജൻസികൾ അകമഴിഞ്ഞ് സഹായിക്കുകയും ചെയ്തതോടെ വൻ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിലെത്തി. ഇപ്പോൾ അധികാരത്തിലെത്തിയതോടെ വാക്ക് പാലിക്കുകയാണ് വി.ഡി. സതീശൻ സർക്കാർ. വാഹന മോഡിഫിക്കേഷന് അനുമതി നൽകുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. സ്റ്റിക്കറുകളും ലൈറ്റുകളും പിടിപ്പിക്കുന്നതടക്കം 18 തരം മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്ന് MVD അറിയിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷമായിരിക്കും വിഷയത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. വാഹനങ്ങളുടെ നിറം മാറ്റുന്നതിന് പണമടയ്ക്കുകയും പ്രത്യേക അനുമതി വാങ്ങുകയും വേണമെന്ന് അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. അധിക സ്പീക്കറുകളും ഘടിപ്പിക്കാം. ഇത് സംബന്ധിച്ച് ഗതാഗത കമ്മീഷൻ പഠന റിപ്പോർട്ട് തയ്യാറാക്കി. സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, സ്റ്റിയറിംഗ് വീൽ കവർ, ഡാഷ് ക്യാം, റിവേഴ്സ് ക്യാം, പാർക്കിംഗ് സെൻസറുകൾ, GPS ട്രാക്കർ, റൂഫ് കാരിയേഴ്സ് തുടങ്ങിയ സൺ ഫിലിംസ് വരെയുള്ളവയ്ക്കാണ് മോഡിഫിക്കേഷനുള്ള അനുമതി നൽകാൻ സാധ്യതാ പട്ടികയിലുള്ളത്. 18 മോഡിഫിക്കേഷനുകളാണ് അനുമതി ഇല്ലാതെ ചെയ്യാൻ കഴിയുന്നതായി റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. സ്റ്റിക്കറുകൾ മാന്യമായവയായിരിക്കണം എന്നും നിർദ്ദേശമുണ്ട്. വാഹനത്തിന്റെ നിറം മാറ്റം ഉൾപ്പെടെയുള്ള മോഡിഫിക്കേഷനുകൾക്കാണ് പ്രത്യേക അനുമതി വേണ്ടത്. അനുമതി വേണ്ടാത്ത മോഡിഫിക്കേഷനുകൾ അധിക സ്പീക്കറുകൾ, ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ബോഡി സ്റ്റിക്കറുകൾ, ക്രോം ഗാർണിഷ്, ഡാഷ് ക്യാം, ഡോർ വൈസറുകൾ, ഫ്ലോർ മാറ്റുകൾ, GPS ട്രാക്കർ, ഇന്റീരിയർ ആംബിയന്റ് ലൈറ്റിംഗ്, മഡ് ഫ്ലാപ്പുകൾ, പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ, റൂഫ് കാരിയറുകൾ, സീറ്റ് കവർ, 50% സുതാര്യമായ സൺ ഫിലിം, സ്റ്റിയറിംഗ് വീൽ കവർ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ടോ ഹുക്കുകൾ, ഫീസ് അടച്ച് പ്രത്യേക അനുമതിയോടെ വാഹനങ്ങളുടെ നിറം മാറ്റാമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇത് RCയിൽ രേഖപ്പെടുത്തണം. കൂടാതെ LPG CNG കിറ്റ് വെക്കുന്നത്, ഭിന്നശേഷി സൗഹൃദ വാഹനമാക്കുന്നത്, ഇലക്ട്രിക് ആക്കി മാറ്റുന്നത്, എൻജിൻ മാറ്റുന്നത്, ഷാസി ഫ്രെയിം മാറ്റുന്നത് എന്നിവയും പ്രത്യേക അനുമതിയോടെ ചെയ്യാവുന്ന മോഡിഫിക്കേഷനുകളാണ്. ഇവയും RCയിൽ രേഖപ്പെടുത്തണം. മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വാഹന പ്രേമികളുടെ ഇടയിൽ വി.ഡി. സതീശന്റെ പ്രഖ്യാപനം വൈറലായിരുന്നു. മോഡിഫിക്കേഷനെ പറ്റിയുള്ള ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ പൂക്കി ചിരി സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായത്. അതേസമയം വാഹനങ്ങളുടെ രൂപമാറ്റം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെയും സുപ്രീം കോടതിയുടെയും നിയമങ്ങൾ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. വാഹനങ്ങൾക്ക് രൂപമാറ്റം അനുവദിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര സർക്കാരിന്റെ മോട്ടോർ വാഹന നിയമവും സുപ്രീം കോടതി, ഹൈക്കോടതി ഉത്തരവുകളും വാഹനങ്ങൾ മോഡിഫിക്കേഷൻ ചെയ്യുന്നതിന് എതിരാണ്. റോഡ് സുരക്ഷയെയും പരിസ്ഥിതിയെയും പരിഗണിക്കാതെയുള്ള ഒരിളവും നിയമം അനുവദിക്കില്ലെന്ന് സുപ്രീം കോടതി മുമ്പ് വ്യക്തമാക്കിയതാണ്. വാഹന നിർമ്മാതാക്കൾ അനുവദിക്കുന്ന മോഡിഫിക്കേഷന് അപ്പുറമുള്ള ഒരു രൂപമാറ്റവും അനുവദിക്കാൻ സാധിക്കില്ലെന്നാണ് 1988 മോട്ടോർ വാഹന നിയമ വകുപ്പ് 52 പറയുന്നത്. കേരള മോട്ടോർ വാഹന ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ വാഹനങ്ങളിലെ രൂപമാറ്റത്തിന് അനുമതി നൽകിയ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് തള്ളി 2019 സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി നിർണായകമാണ്. ഇത് മറികടന്ന് എങ്ങനെ മോഡിഫിക്കേഷൻ സാധ്യമാകുമെന്നാണ് നിയമവിദഗ്ധരുടെ ചോദ്യം. അപകടമുണ്ടായാൽ ഇൻഷുറൻസ് ക്ലെയിം നിഷേധിക്കാനും മോഡിഫിക്കേഷൻ കാരണമാകുമെന്നും ഈ മേഖലയിലുള്ളവർ പറയുന്നു. മോഡിഫിക്കേഷൻ തടഞ്ഞ 2006 കേരള ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ ചോദ്യം ചെയ്യുന്ന ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുകൂല ഉത്തരവാണ് പുറപ്പെടുവിച്ചത്. ഇതിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് നൽകിയ അപ്പീലിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് രൂപമാറ്റത്തെ വിലക്കുന്നതായിരുന്നു. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പ് 52 മറികടക്കുന്ന ചട്ടം സംസ്ഥാനത്തിന് നിർമ്മിക്കാൻ സാധിക്കില്ലെന്നായിരുന്നു അമിക്കസ് ക്യൂറി നൽകിയ റിപ്പോർട്ട്.
തുടർന്ന് സുപ്രീം കോടതി കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു. ചെറുപ്പക്കാരെ കയ്യിലെടുക്കാൻ പറഞ്ഞ വാക്ക് ഭരണം കിട്ടിയ ഉടൻ തന്നെ പാലിച്ച VD സതീശൻ സർക്കാരിന്റെ ഈ മാസ് എൻട്രിക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള കയ്യടിയാണ് ഇപ്പോൾ ലഭിക്കുമെന്ന് ഉറപ്പാണ്. നിയമപരമായ മോഡിഫിക്കേഷനുകൾ അനുവദിക്കുമെന്ന് പറയുന്ന VD സതീശന്റെ റീൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് വൈറലായിരുന്നു. പിള്ളേര് മോഡിഫൈ ചെയ്യട്ടെ എന്നാണ് അദ്ദേഹം റീലിൽ പറഞ്ഞത്. പിന്നീട് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം മോഡിഫിക്കേഷനെ കുറിച്ചുള്ള ചോദ്യത്തിനും അനുകൂലമായ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. ആ സമയത്തെ VD സതീശന്റെ ചിരി സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. പിന്നാലെ പൂക്കി CM എന്ന വിശേഷണമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ പറയുന്ന ജനറേഷനെ കയ്യിലെടുക്കാൻ അദ്ദേഹത്തിന് മുൻപേ തന്നെ സാധിച്ചിരുന്നു. അവർക്ക് സന്തോഷം തരുന്ന വാർത്തയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത്തരത്തിൽ വാഹന മോഡിഫിക്കേഷനൊക്കെ തന്നെ ഇന്ന് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ ധാരാളമാണ്. പ്രത്യേകിച്ച് ഈ വാഹനങ്ങളോടുള്ള ഈ അമിത ക്രേസ് ഉള്ളവർക്കൊക്കെ തന്നെ അത് സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. പക്ഷെ അപ്പോഴും നിയമ വെല്ലുവിളി അവിടെ നിലനിൽക്കുന്നുണ്ട്. കേന്ദ്രത്തിന്റെയും സുപ്രീം കോടതിയുടെയും പല നിയമവശങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി അതിനൊക്കെ തകിടം മറിച്ചുകൊണ്ട് എങ്ങനെയായിരിക്കും ഇനി നടപ്പിലാക്കുക എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് കണ്ടു തന്നെ അറിയണം.